നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാൽ അളക്കുമ്പോ ബീഡി വലിക്കരുത്. എന്നാ ബീഡി അളക്കുമ്പോ പാല് വലിക്കാം. തറവല്ലോ പറയുന്നടാ. ഈ അവന്റെ അനിയനാണെന്ന് നോക്കില്ല, ഒറ്റ ചവിട്ടിച്ചെറി ഞാൻ. എന്റെ അനിയനോ? പിന്നെ എന്റെ അനിയന ഹരിയന്വേഷ് വന്നല്ലേ, ഒന്നും തരണ്ട. ഈ കിട്ടിയതിനെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതെ, നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോ നമ്മുടെ ചെരുപ്പ് ആരെങ്കിലും എടുത്തിട്ടുണ്ട് പോയാൽ കിട്ടിയ ചെരുപ്പ് ഇട്ടുണ്ടെങ്കിൽ പോരില്ലേ? അങ്ങനെ കരുതിയാ മതി. നല്ല അനിയന, നീ എടുത്തോ. എന്റെ ഹരി ദേ പോണു. അതാ ശ്വേത, നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? അതാ എന്റെ പൂജ. ഞാനും കാണുന്നുണ്ട് ആ കണ്ണുകളിലെ പ്രണയം. നിങ്ങൾ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം? എന്റെ സൈസ് ഒപ്പിച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ടോ? അനിയനല്ലെങ്കിലും ഞാൻ നിനക്ക് തുറന്നു തന്നു. നമ്മുടെ അച്ഛൻ മുല്ല ഇങ്ങനെ തല്ലിയിട്ടില്ല. നോക്കടാ, അവന്മാര് വായും കീറി കറങ്ങുന്ന കണ്ട. മല്ല് കണ്ട ഇന്നിവിടെ തീ പാറും. ഇവനാരടാ? ഹിറ്റ്ലർ മാധവൻ കുട്ടിയോ? ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. നീ ആ പെൺകുട്ടികളെ കണ്ടില്ലേ? അവനും അവരും ഒരേ അച്ചിൽ വാർത്തെടുത്ത പോലെയല്ലേ ഇരിക്കുന്നത്? അവന്റെ അതേ കണ്ണുകൾ, അവന്റെ അതേ മൂക്കുകൾ. വേറൊന്നും അവനെ പോലെ ആകാതിരുന്നാ മതിയായിരുന്നു. സ്വഭാവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അധികം നീ ഉദ്ദേശിക്കണ്ട. അതല്ലടാ, ഇവൻ ഇവിടെ വെറുതെ നിന്ന് ജീവിതം പാഴാക്കണ്ടെന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കൂടെ കുടിക്കോ, ഞാൻ പഞ്ചർ ഒട്ടിക്കാൻ പഠിപ്പിക്കാം. ഒട്ടിക്കാനല്ല, പിന്നെ ഒട്ടാൻ. ഒട്ടാനാ? നിനക്ക് അവനെ കൊണ്ട് ഹരിയാണെന്ന് പറയിപ്പിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ. ഒട്ടുക. അവളുമായിട്ട്, ആ പൂജയുമായിട്ട്. എന്തിന്? ഒട്ടുപാല് ചവിട്ടി വലിക്കുന്ന പോലെ മല്ലു ഇവനെ ചവിട്ടി വലിക്കുന്നത് കാണാനോ? അല്ലെങ്കിൽ ഈ പ്രേമത്തിന്റെ കാര്യം നീ പരീക്കുട്ടിക്ക് ചൊറിച്ചില്ല. എടാ, അവളെ, ആ പൂജയെ നീ വളയ്ക്കണം. എന്നിട്ട് അവളുടെ മനസ്സിന്റെ താക്കോല് നീ നിന്റെ കൈവെള്ളയിൽ വാങ്ങണം. എന്തിനു? നീ പറയുന്ന പോലെ മല്ലുവിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ അവളിലൂടെ നീ അതങ്ങ് തുറന്നെടുക്കണം. അതെങ്ങനെ? 24 മണിക്കൂറും തലയിൽ പന്തവും ചുറ്റി കൂടെ നടക്കുകയല്ലേ ആങ്ങളെന്നും പറഞ്ഞു. മോനെ, അനിമോനെ, അതിന് മാർഗമുണ്ട്. അടുത്ത ആഴ്ച ഇവിടെ ബൈസാക്കി ഉത്സവം തുടങ്ങും. അന്ന് ഈ മല്ലു സ്ട്രീറ്റിന് ഉറക്കമില്ല. രാപകലില്ലാതെ എല്ലാവരും മതി പറന്ന് ആഘോഷിക്കുന്ന സമയം. നിനക്കറിയോ, അങ്ങനെ ഒരു ഉത്സവത്തിനാ ഞാൻ എന്റെ ശ്വേതയെ വളച്ചത്. നീയും എന്നെ പോലൊരു മിടുക്കനാ. നിനക്ക് അതിന് സാധിക്കും. അടുത്ത് എരുമയെ വളയ്ക്കാനുള്ള പരിപാടിയാണല്ലേ? ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തൊക്കെയായിരുന്നു മല്ലുവിന്റെ പെങ്ങന്മാര്, എന്റെയും പെങ്ങന്മാര്. അവരെ ആരെങ്കിലും നോക്കിയാൽ കലിപ്പ് തീരുണ്ടോ ദൈവമേ? അവന്റെ മോത കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ പന്നി. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടു പോയടാ. അതുകൊണ്ട് അയ്യടാ, ഇഷ്ടപ്പെടാൻ പറ്റിയ മുതല്. ഞങ്ങള് പറഞ്ഞ കാര്യത്തിന് നടപടി ഉണ്ടോന്ന് പറ. നിനക്ക് ഇവനെ മല്ലുവിന്റെ വീട്ടിൽ കയറ്റാൻ പറ്റുമോ ഇല്ലയോ ഇപ്പൊ പറയണം. ഇവനെയാ? ഇവനെ ഞാൻ എന്ത് വിശ്വസിച്ച് അവിടെ കേറ്റും? നീ ഇതുമല്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ എന്റെ പെങ്ങന്മാരില്ലടാ. ഇവൻ പറഞ്ഞ പോലെ അവൻ ഹരിയാണെന്ന് അറിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. ആ മലയാളി മോനെ കുരിച്ചീർത്തി ഇടിക്കുകയും ചെയ്യാം, അവളുമാരെ ഈസി ആയിട്ട് കെട്ടുകയും ചെയ്യാം. നമ്മുടെ എല്ലാ പ്രോബ്ലം. നീ എന്ത് പണി ചെയ്യും? എന്ത് പണിയും ചെയ്യും. എടാ നീ കുറച്ച് സാധനങ്ങളൊന്ന് ചന്തയിലെത്തിക്കണം. ഇയാളെ കൊണ്ട് ഓടും. എടാ, എനിക്കിവിടെ 100 കൂട്ടം പണികളില്ലേ? എന്ത് ചെയ്യാം, ഞാൻ മല്ലുവിന്റെ വിശ്വസ്തനായി പോയില്ലേ. എന്താ ആലോചിക്കുന്നത്? ഒന്നും ആലോചിക്കണ്ട. പെട്ടെന്നല്ലേ, വണ്ടി ഇവിടെ കിടക്കല്ലേ. പുല്ലുമായിട്ട് രാവിലെ ഇറങ്ങിക്കോളും. ചെല്ലടാ. എന്താ? എന്തിനാ വിളിച്ചേ? ഞാനേ നാട് വിട്ടാലോ ഒന്ന് ആലോചിക്കാം. നിന്നെ കൂട്ടി കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ടു പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. എന്ത് പറ്റി? ഒന്നെങ്കിൽ നിന്റെ ഭയ്യ എന്നെ തല്ലിക്കൊല്ലും, അല്ലെ അവന്മാരെല്ലാം കൊണ്ട് എന്നെ തല്ലിക്കൊല്ലും. രണ്ടായാലും തല്ലുറപ്പാ.
അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മതിലിയാടി പോവാടി. അതാവുമ്പോ എനിക്ക് നല്ല പരിചയം. പപ്പ നാളെ ശ്വേതയെ പെണ്ണ് കാണാൻ കുറച്ചുപേര് വരുന്നുണ്ട്. നീ അവരെ ടൗണിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം. അയ്യേ എന്തിനാ പപ്പനെ ബുദ്ധിമുട്ടിക്കുന്നത്? അക്കരെ ഞാനേറ്റളിയാ നമ്മൾ കലക്കും. നീ എന്താ വിളിച്ചേ? പേടിച്ചാ പിന്നെ ഞാൻ എന്റെ അച്ഛനെ പോലും അളിയാന്നാ വിളിക്കുന്നത്. അഭ്യാസം എടുക്കണ്ട, നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. വായി തോന്നിയത് വിളിച്ച് കൂവിയാണ്ടല്ലോ. എടാ ഹരി, നമ്മുടെ അച്ഛന്റെ കല്യാണം മുടക്കിയത് നീ മറന്നുവല്ലേ? നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കടാ. കഴിഞ്ഞില്ലേടാ ഇതുവരെ? ഒന്ന് വേഗം വരുവോ? നീയും വാ. ഓ, ഈ ടർബൻ തലയെ കെട്ടിയിട്ട് 5 മിനിറ്റിൽ 5ാമത്തെ തവണ മൂത്രം ഒഴിക്കണേ. എന്നാ പിന്നെ അഴിച്ച് സ്ഥലം മാറ്റിക്കെട്ട്. പറയുന്ന കേട്ടാ തോന്നുന്നു യുവമാരുടെ മൂത്രസഞ്ചി തലയിലായിരിക്കുന്നതെന്ന്. അല്ല പിന്നെ ടെൻഷൻ അടിച്ചിട്ടാടേ. ആ സത്യം, ഈ ആൾമാറാട്ടം നടത്തുന്നവരെ സമ്മതിക്കണം. ചൊറിഞ്ഞിട്ട് പോയിടാ പണ്ടാറം. എന്തായാലും രണ്ടിനും സിക്കുകാരുടെ ലുക്കുണ്ട്. എന്റെ പൊന്ന് ദൈവമേ, ലോകത്ത് ഒരു സിക്കുകാരന് ഇത്രയും ഓഞ്ഞ ലുക്ക് കൊടുക്കരുതേ. പരമ കഷ്ടം. ഈ സെന്റി അടിച്ചിട്ട് വെയിറ്റില്ലെങ്കിൽ ദാ ഈ കുപ്പി എടുത്ത് കാണിക്കും. ഇങ്ങനെ. വിഷമാണ്. ഓക്കെ. നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ ഞാൻ ഈ വിഷം കഴിച്ച് ഇവിടെ ഈ വീട്ടിൽ തൂങ്ങിച്ചാകും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കണം. ഹലോ, ഇതുപോലെ മിതമായിട്ട് ചെയ്യണം, ഓവർ ആക്കരുത്. അതെ, ഇവനിത് ഓവറാക്കും ഉറപ്പായിട്ടും. അതല്ലടാ, ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ആണോ? ആ അതൊക്കെ പോട്ടെ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ കാർത്തി. ഞാൻ പപ്പൻ. ഇത് സുശീലൻ അല്ലേ? ഓ ചളവാക്കും. ഇത് വിനു സിംഗ്, ഇത് സുഗു സിംഗ്. ഈ വിനു സിംഗും സുഗു സിംഗും നല്ല പച്ച മലയാളം പോലെങ്കിൽ പഞ്ചാബി പറഞ്ഞാൽ മതി. അയ്യോ, പച്ച മലയാളം പോലെ പഞ്ചാബി പറയാൻ പറ്റില്ല. സത്യമായിട്ട് എനിക്ക് അറിയില്ല. ഈടാ നല്ല പച്ച പഞ്ചാബി. അതെങ്ങനെ? ഡേയ്, ഞാൻ പറഞ്ഞു തരാം. വെരി സിമ്പിൾ. അതായത് മറ്റേ പറഞ്ഞോളൂ. മറ്റേ ഇതില്ലടാ. ഏത്? ഡേയ്, നീയൊക്കെ ലോകത്തുള്ള ഏത് മലയാളം ഭാഷ വേണോ പറഞ്ഞോ. മല്ലുവിന്റെ പെങ്ങൾ ശ്വേതയുടെ കല്യാണം നമുക്ക് മുടങ്ങി കിട്ടണം. അത്രേ ഉള്ളൂ. തുജെ ദേഖാ തോ യേ ജാനാ സനം. ആസനമല്ല, ഇന്ന് വെട്ടി പൊളിക്കും. ദേ മല്ലു വരുന്നുണ്ട്, കൂടെ ആ തള്ളയും പിള്ളാരും ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും കണ്ണന്തിരി ഒപ്പിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ഇവിടുന്ന് സ്ഥലം വിട്ടോ. ഇല്ലെങ്കിൽ അവരുടെ മുമ്പ് വെച്ച് അവൻ നിങ്ങളെ തല്ലി കൊല്ലും. അയ്യോ, സത്യമായിട്ട് തന്നെ അന്വേഷിച്ചുള്ള വരവ് തന്നെയാ. വരവ് കണ്ടറിയാം. നീ ഇത് പേടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? എന്റെ നെഞ്ചത്താണ് അവർ വിളിക്കുന്നത്. വാ. പോടാ. അയ്യോ, ഇവിടെ പറ്റുമോ? ഇവിടെ പറ്റില്ല. അയ്യോ, എവിടെയെങ്കിലും പോയി വിളിക്കണം. പ്രണാമം മാതാജി. ഹാ ബേട്ട, അവനെവിടെ? അവനിവിടെ ഇല്ലെന്നാണ് എന്റെ ഒരു നിഗമനം. നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം. അല്ലേ? അല്ലേ? അല്ലാം. അവനെ വിളിക്കേ. ആ ഡാ, അമ്മ വിളിക്കണോ? നീ ഒളിച്ചിരിക്കാണോടാ? എടാ, നിന്നെ കാണാൻ എല്ലാരും ഉണ്ടടാ. ഇറങ്ങി വായോ. എവിടെയാണാവോ? വരൂ, വാ. ഒന്നുമില്ല, വാ. അമ്മ വിളിക്കണോ? വരൂ, പ്ലീസ് പ്ലീസ്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്കെങ്കിലും ഇത്തിരി പക്വതയും കണ്ണിച്ചോരയും ഉണ്ടാകുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ടിപ്പോ നീ കൂടി. അമ്മേ, അരുത്. അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വേണ്ട വേണ്ട, ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. നീ ഇനി ഒന്നും പറയണ്ട. എവിടെ അവള്? അയ്യോ, സത്യമായിട്ടും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. അമ്മേ, എനിക്ക് പാപ്പ് തരണം. പോട്ടെ, സംഭവിച്ചെല്ലാം സംഭവിച്ചു. ഇനി വന്നതിന്റെ ബാക്കി നോക്കാം. എന്റെ കാര്യം രക്ഷപ്പെട്ടു. ഇനി നിന്റെ കാര്യം, അത് നീ എങ്ങനെയെങ്കിലും ശരിയായി. ഇനി ചെവിയിൽ കുനുവിനാന്ന് പറയണ്ട. അനി എവിടെ? അവനെ കാണാനാ ഞാൻ വന്നത്. അല്ലെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അത്? ഇവിടെ ഇത്ര ആണുങ്ങൾ താമസിക്കുന്ന ഒരു വീട്ടില് പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചിനെ തനിച്ച് താമസിപ്പിക്കാന്ന് വെച്ചാ അവനെവിടെ? അനി, എന്റെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ശരിയാക്കണല്ലേ? നിന്റെ കാര്യം എപ്പ ശരിയായി തരാം. ഇതാണ് അമ്മ. മോളുടെ സാധനങ്ങളൊക്കെ എടുത്തോളൂ. നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മേ, അത് നീ ഒന്നും പറയണ്ട. എനിക്കുണ്ട് ഈ പ്രായത്തില് പെൺകുട്ടികള്. ഇവളെ ഞാൻ കൊണ്ടുപോകും.